ഇവിടെ ഉണ്ട്. സെബ്രസസ് 3 തലയുള്ള നായയാണ്. അവൻ പാതാള ലോകത്തെ കാവൽക്കാരനാണ്. അവൻ എല്ലാ ആത്മാക്കളെയും അകത്തോട്ട് കടക്കാൻ അനുവദിക്കും. പക്ഷെ പോയിട്ടുള്ളവർ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ പാമ്പിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി കയറാൻ. അതിന് 3 തലകളുണ്ട്, അതുപോലെ വാലിന് പകരം വലിയൊരു പാമ്പും. തീർച്ചയായിട്ടും അത് പറയാൻ വിട്ടുപോയി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെ സെബ്രസ് തോറ്റു എന്ന. ക്രോണസ് അല്ലാതാരാ? അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഹീഡ്സ് പോലും സെബ്രസിനെ കൺട്രോൾ ചെയ്യാൻ പാടുപെട്ടിരുന്നു. ആ രാക്ഷസിനെ ശാന്തനാക്കാൻ പാട്ടുകൊണ്ടും കേക്ക് കൊണ്ടേ പറ്റും. കേക്കോ? നിങ്ങൾക്കെന്താ വയ്യേ? ഏയ്, കേക്ക് ഉപയോഗിക്കുന്നത് അതിനെ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനേക്കാളും നല്ലത് ലെയറിൽ നിന്നുണ്ടാക്കുന്ന മ്യൂസിക് ആയിരിക്കും. ശരിക്കും? അതെ ഓർഫ്രസ്, നിങ്ങളെ പോലൊരു ഗ്രേറ്റ് ഹീറോ. അവൻ നന്നായിട്ട് ലെയർ വായിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രാക്ഷസമാർക്കും പറ്റിയിട്ടില്ല. അവനൊരു ദിവസം അത് സെർബസിനെ ശാന്തനാക്കാനും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ കാലത്ത് ആരെങ്കിലും ലെയർ വായിക്കോ? എന്റെ അറിവിലില്ല. ഞാൻ വായിക്കും. ഓ അതെന്തായാലും കൊള്ളാം. ഓ അത് കൊള്ളാലോ. ഒന്ന് നിർത്താമോ? പലരും വിശ്വസിക്കുന്നത് ഓർഫസിന്റെ ലെയർ കൊണ്ട് അവനെ മായ്ക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് സെർബസിന്റെ മുമ്പിൽ വേറെ ലെയർ കൊണ്ടുപോകുന്നത് നല്ല ബുദ്ധിയല്ല. ശരി, അപ്പൊ ഓർഫീസിന്റെ ലെയർ എവിടെ നിന്ന് കിട്ടും? ഇലിസൺ ഫീൽഡിൽ. അതെവിടെയുള്ളേ? പാതാളത്തിൽ. ഇലിസൺ ഫീൽഡിലാണ് ഓർഫീസിനെ പോലെ പവസില്ലാത്ത ഹീറോകൾ തങ്ങുന്നത്. പാതാളമോ? നമ്മളെങ്ങനെയാ അവിടെ പോകുന്നേ? അതെളുപ്പമാണ്. നിങ്ങൾ ഹീറോ ആയിരിക്കണം. ഓ അതാണല്ലോ. അതുപോലെ നിങ്ങൾ മരണപ്പെടുകയും വേണം. നന്നായി. അല്ല, അണ്ടർവേൾഡിലോട്ട് ഒരു സീക്രട്ട് പാസേജ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സീക്രട്ട് ആയിട്ട് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് സെർബസിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ വേറെ വഴി നോക്കേണ്ടി വരും. പക്ഷേ എനിക്കൊരു വഴി അറിയാലോ. ഇതുവരെ കേട്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ടെറേസ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഒരു സേഫ് പാസേജ് ആണ്. ഓ ഒരു സെക്കൻഡ് ഗൈസ്, നിങ്ങളും കേട്ടതല്ലേ? ഒരു തവണ അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലെന്ന്. അതോർത്ത് പേടിക്കേണ്ട നീ അവിടെ പോകുന്നില്ല. അതെ, നീ നമ്മുടെ കൂടെ വരണം സെർബ്രസിനെ കേജിലടയ്ക്കാൻ. ഓടി, നിനക്കുറപ്പല്ലേ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്? തീർച്ചയായും. എന്താ ഇത്? ഞാനൊന്ന് ബാത്റൂമിൽ പോയപ്പോഴേക്കും നിങ്ങൾ പ്ലാൻസ് എല്ലാം റെഡിയാക്കിയോ? അതിനൊരു മണിക്കൂറാണ് നീ ബാത്റൂമിൽ കയറി നിന്ന്. എന്താ നിന്റെ റിഫ്ലക്ഷൻ കണ്ട് വീണ്ടും മുഴുകിപ്പോയോ? ഓ, കണ്ണടിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനെന്ത് പറയാനാ? നമുക്ക് എന്തായാലും സെർബസിനെ വ്രതം വിടാൻ പറ്റില്ല. നീ ഓക്കെ അല്ലേ? എനിക്കറിയാം, പക്ഷേ പെർസെഫനി എന്ത് വിചാരിക്കുന്ന എനിക്ക് പിടികിട്ടി. ഓർഫീസിന്റെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അണ്ടർവേൾഡിലോട്ട് കൊണ്ടുപോകണമല്ലേ? അങ്ങനെ ബാക്കിയുള്ള നായകൾ മനുഷ്യരാശിക്കെതിരെ തിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെർബസിനെ ശാന്തനാക്കാൻ സാധിക്കും. അതത്രേ ഉള്ളൂ. എന്താ നിനക്കൊക്കെ വട്ടാണ്? ഞാൻ ഒരിടത്തേക്ക് നിന്നെ ഒന്നും കൊണ്ടുപോണില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ മനുഷ്യന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല? നിങ്ങളെ പോലുള്ള ശക്തിശാലികളായ കുട്ടികളാണെങ്കിൽ പോലും. ഇല്ല, ഞാൻ ഇന്ന് അണ്ടർവേൾഡിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹേഡസിനോട് സഹായം ചോദിക്കാം. അവൻ അറിയായിരിക്കും ആരാണ് സെർബസിനെ തുറന്നു വിട്ടതെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയാണ് സഹായിക്കേണ്ടത്. അവർക്കാണ് അത് അത്യാവശ്യം. അങ്ങനെ അവസാനത്തെ പീസും സെറ്റാക്കി. ആ ബോക്സ് അങ്ങ് തന്നേക്ക് നീൽ. തല 3 ഇഷ്ടമുള്ളത് ക്രീം കേക്ക്. എന്തൊക്കെയാടേ കൊച്ചു അല്ല ഒളിമ്പിയ നടക്കുന്നേ? അത് വരുന്നുണ്ട്. നല്ല മോനല്ലേ, അങ്ങനെ അകത്തേക്ക് കയറി വാടാ. കിട്ടിപ്പോയി. ഇപ്പൊ പിടികിട്ടി. അവന് ക്രീം കേക്ക് തന്നെയാ ഇഷ്ടം. ഓക്കേ, അത് നല്ലൊരു പ്ലാനേ അല്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓടുന്നതാവും നല്ലത്. ഓടിക്കോ. ഓടിയുടെ പ്ലാൻ വർക്കായില്ലെങ്കിൽ നമ്മൾ ആ ലെയർ എന്തായാലും എടുക്കണം. പെർസെഫനി പറഞ്ഞില്ലായിരുന്നോ അവരിന്ന് അണ്ടർവേൾഡിലോട്ട് പോകുന്നുണ്ടെന്ന്? അപ്പോൾ സ്കൂളിനകത്ത് തന്നെ ഏതോ ഒരു വഴി കാണും അങ്ങോട്ട് പോകാൻ. ചിലപ്പോൾ അത് സൊലേരിറ്റി കൂടെ തന്നെ ആയിരിക്കും. വേഗമാകട്ടെ, ഇതാണ് നമ്മുടെ അവസരം. ഒന്ന് മാറാമോ? പിന്നെന്താക്കിയടി? എന്തിനായിരിക്കും അവരിവിടെ വന്നേ? അവര് ഹെയ്ഡ്സിനെയാ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഒരു വർഷത്തിൽ പകുതി സമയം എർത്തിലും പകുതി സമയം ഇവിടെ ആയിരിക്കും കഴിയുക. പ്രാവശ്യം ഞാൻ പറയുന്ന പോലെ ചെയ്യാം.
അല്ലാണ്ട് ഈ വയലൻസ് ബുദ്ധിയില്ലാത്തവരാണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല, എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്കും. നൈസ്. ഇതെന്താ? അത് സൺ ബെറ്റോൺ ആണ്. നമുക്കെന്നാ അതും എടുക്കാം. ഇവിടം വരെയുള്ളൂ കാട്. വിശ്വസിക്ക്, സെർബസ് അത്ര ദൂരെ പോയി കാണാൻ ചാൻസ് ഇല്ല. അതെന്താ? ഇത് EMD, ഇലക്ട്രോ മസ്കുലർ ഡിസ്റപ്ഷൻ. ഇത് നെർവ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും, എന്നിട്ട് എല്ലാ മസിൽസിനെയും കോൺട്രാക്ട് ചെയ്യും. ഇത് കുറച്ച് കൂടുതലല്ലേ? കുറച്ചധികം. നീ എടുക്കുന്ന കേക്ക്. അറ്റ്ലാന്റ. നീ കേക്കെന്ന് പറയണ്ടായിരുന്നു. നമുക്ക് പോവാം. ഇനി ഈ പ്ലാൻ എന്തായാലും നടക്കൂല. ഇത് പെഴ്സഫണി വളർത്തിയെടുത്ത തോട്ടമായിരിക്കും. ഇതെന്ത് ഭംഗിയാ. എനിക്കിപ്പോഴും ഓർമ്മ വന്നേ. എന്റെ പേരൻസ് എപ്പോഴും പറയുന്നു പൈസ മരത്തിൽ പൂക്കില്ലെന്ന്. പെഴ്സഫണി ആയിരിക്കും ഇതിവിടെ വെച്ചിട്ട് പോയത്. അതെന്തിനാണെന്നും എനിക്കറിയാം. വരൂ, നമുക്ക് പോകാം. കേറോൺ, ഇത് കടത്തുകാരനാ. ഈ വഴിയുള്ളൂ കിടക്കാൻ. നിർഭാഗ്യവശാൽ ഈ വരി മാത്രമേ ഉള്ളൂ. ഇല്ല, ഇതിന്റെ ബാക്കി നീ അവിടെ എത്തിച്ചാലേ നിനക്ക് കിട്ടുകയുള്ളൂ. ഇതെന്തായാലും സെർബ്രസസിന്റെ ചെയിൻ ആയിരിക്കും. ക്രോണസ് ആയിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. വരൂ ഗൈസ്, നമുക്ക് പോകാം. എന്താ അത്? നിങ്ങൾ ഇപ്പോൾ എന്നെ കണ്ടുപിടിച്ച് കാണുമല്ലേ? പക്ഷേ ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ നീക്കങ്ങൾ കാണുകയായിരുന്നു. തെരേസ, ഇതാണ് എന്റെ ഡീൽ. ആ ലെയർ എന്റെ കയ്യിൽ കൊണ്ടുതരൂ. എങ്കിൽ നിന്റെ കൂട്ടുകാരെ ഞാൻ വെറുതെ വിടാം. വേഗം ആ ലെയർ കൊണ്ടുവരൂ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ നിൽക്കുന്നേ? ഇരിക്കൂ. ഞാൻ തെരേസയുമായിട്ട് ഡീൽ വെച്ചതല്ലേ. നിങ്ങളെ രണ്ടുപേരെയും ഒന്നും ചെയ്യില്ലെന്ന്. എന്നെ കൊണ്ട് ആ ഡീൽ ബ്രേക്ക് ചെയ്യിക്കാതിരിക്കുന്നതാവും നല്ലത്. Elysian Fields. ഓർഫിയസ്? താനാരാ? യുഡിസി, എന്റെ വൈഫ്. വൈഫോ? ഓ ഡാർലിംഗ്, ഞാൻ വർഷങ്ങളായിട്ട് നിന്നെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇയാൾക്കെന്നെ തലയ്ക്ക് സുഖമില്ലേ? ആ, ഒന്ന് നിൽക്കാമോ? നിങ്ങൾ എന്നെ വേറെ ആരോ എന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എന്നെ ഇങ്ങനെ കളിപ്പിക്കാത്ത എന്റെ പൊന്നുമോളെ. ഞാൻ നിന്റെ കുസൃതികളൊക്കെ ഒരുപാട് മിസ് ചെയ്തു. ഒന്ന് നിർത്താമോ മിസ്റ്റർ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കാനാ വന്നത്. നിനക്ക് എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്റെ പൊന്നെ. ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലെയർ വാങ്ങാനാ വന്നത്. എന്റെ ഫ്രണ്ട്സിനൊരു എനിക്ക് വേറെ ഒന്നും അറിയണ്ട പ്രിയതമേ. ഓക്കെ ദെൻ. പിന്നെ താങ്ക് യു. അപ്പോൾ ശരി എന്നാ, എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. പിന്നെ ഇത് കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നെങ്കിൽ എന്നെ അന്വേഷിച്ച് വരരുത്. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എന്റെ പുതിയ പെറ്റ് സെർബസിന് ഇഷ്ടപ്പെട്ടു? എനിക്ക് തോന്നിയത് അവൻ മനുഷ്യനുമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കാത്തൊരു ഡോഗ് ടൈപ്പ് ആണെന്ന്. പക്ഷെ മനുഷ്യന്റെ സുഹൃത്ത് തന്നെ അവന്റെ ദുസ്വപ്നമായാലോ? ഭൂമി മുഴുവനും പ്രശ്നത്തിലാവുമല്ലേ? ഓഫ് കോഴ്സ്. എന്തൊക്കെയായാലും ആ കോമാളിയായിട്ടുള്ള ഓർഫസിന്റെ ലെയർ കൊണ്ട് മാത്രമേ അവനെ ശാന്തനാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? പിന്നെന്താ നീ തന്നെ പോയി ലെയർ എടുക്കാത്തെ? അവിടെ കുറെ ആളുകളുണ്ട് എന്നെ വെറുക്കുന്ന. നമുക്ക് പിന്നെ നിന്നോട് ഇഷ്ടമാണെന്നാണോ ക്രോണസ്? എത്തിയല്ലോ. വരൂ, ഇവിടുന്ന് പോവാം. എക്സ്ക്യൂസ് മീ ജെ, നമുക്കൊരു ഡീൽ ഉണ്ടായിരുന്നതല്ലേ? അത് മറന്നോ? തെരേസ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ ലെയർ അങ്ങ് തരൂ. നീ ആദ്യം ബോട്ടിൽ കയറ്, നമ്മൾ പിന്നെ വന്നോളാം. നീ എന്നെ വളരെ നിരാശനാക്കിയല്ലോ ജെ. നീയുമായിട്ട് നമുക്കൊരു ഡീലുമില്ല ക്രോണസ്.
നിനക്കിതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് അതിമോഹമായല്ലോ മോനെ. ഇല്ല, നിങ്ങൾ രക്ഷപ്പെട്. പിന്നെ എന്റെ പ്രിയതമയും കൂടെ നോക്കിക്കോളൂ. പ്രിയതമേ, അവനെന്താ നിന്നെ പ്രിയതമേന്ന് വിളിച്ചേ? നീ ജലസൊന്നും അല്ലല്ലോ അല്ലേ ജയ്? എന്തോ എനിക്ക് ഈ സ്ഥലം ഇഷ്ടമല്ല. നിന്റെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും. അവരുടെ മുമ്പിൽ പോകാതിരിക്കുക. ഹേയ്, കാറിൽ നോക്കാതെ എന്നെ നോക്ക്. ഇതൊരിക്കലും പൊട്ടാത്ത റോപ്പല്ലേ? നിനക്കത് ഉടനെ തന്നെ മനസ്സിലാവും. സ്വീറ്റ്. അങ്ങനെ തന്നെ പറഞ്ഞു സർപ്രൈസ്. ഹേഡീസ്, ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ പൊന്നു മോനെ. ഇവൻ കൂടുതലും വീട്ടിനകത്താണ് കളിക്കാറുള്ളത്. അവൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല. പുറത്തിറങ്ങിയാൽ അവൻ കൂടുതൽ ആഹ്ലാദഭരിതനാണ്. അവനൊന്നും പറ്റാത്തതിൽ എനിക്ക് സന്തോഷം. വിഷമമില്ലെങ്കിൽ ആ ലെയർ എനിക്ക് തരാമോ? സോറി. ഞാൻ കേട്ടുവല്ലോ നീ ഓർഫീസിനെ ഇംപ്രസ് ചെയ്തെന്ന്. വാ, വീട്ടിലേക്ക് പോവാം പൊന്നു മോനെ. ഗൈസ്, എന്താ പറ്റിയേ? സെർബ്രസസ് എവിടെയാ? നീ ഇത് വെച്ച് അവനെ അടിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ അടിക്കണമെന്നായിരുന്നു നിനക്ക്. മതിയേടാ ചെല്ലക്കുട്ടി. അമ്മക്ക് സന്തോഷമായടാ നിന്നെ വീണ്ടും കാണാൻ സാധിച്ചേ. ഹരി, നന്ദിയുണ്ട് മോനെ. നീ ഇപ്പൊ ഓക്കെ അല്ലേ പെപ്പേ? എന്താ ഈ കമ്പ് വേണോ? ഊപ്സ്. നിങ്ങൾ ഈ പിള്ളേർ ഇവരെ എവിടെന്നാ കണ്ടുപിടിച്ചേ? കാട്ടിന്നാ മുത്തശ്ശി. അതെ, ചിലപ്പോൾ ഇവൻ മരിച്ച മൃഗത്തിന്റെ സ്മെല്ലടിച്ച് പോയി കാണും. ഓ പിന്നെ, അങ്ങനെ മരിച്ച മൃഗമൊന്നും അല്ല. അയ്യോ,